നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാറുണ്ട്, വിഷമഘട്ടങ്ങൾ വരാറുണ്ട്. നമ്മൾ പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ഞാനിനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എൻ്റെ മുന്നിൽ യാതൊരുവിധ വഴിയും കാണുന്നില്ലല്ലോ. മരണമല്ലാതെ വേറൊരു യാതൊരു വഴിയുമില്ല. എനിക്കിതിൽ നിന്ന് എങ്ങനെയൊന്ന് കടന്നു പോകാനായിട്ട് സാധിക്കും എന്ന് നമ്മളെല്ലാ ആൾക്കാരും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ദുർഘട നിമിഷങ്ങളിൽ കൂടി പോകാത്തവരായിട്ട് മനുഷ്യരായിട്ടുള്ള ആരും ഉണ്ടാവുകയില്ല. കാരണം നമ്മളുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴും നല്ല സ്മൂത്തായിട്ടുള്ള, വളരെ നന്നായ രീതിയിലേക്ക് ആകുകയില്ല പോകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ലായിരിക്കും നമുക്കുണ്ടാകുന്നത്. കുടുംബ പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ രോഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടാകും. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് തരണം പോകുവാനായിട്ട് നമ്മൾ പകച്ചു പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ ആകെപ്പാടെ ഒരു വലിയ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് എത്തിയുള്ള ദൈവമേ, ആർക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണല്ലോ ഞാൻ എത്തിയത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രവീണ എന്ന് പറഞ്ഞ ഈ 29കാരിയായ വീട്ടമ്മയുടെ ജീവിതം നമുക്കൊരു പാഠമാകുന്നത്, ഒരു പാഠപുസ്തകമാകുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പകച്ചു പോവുകയില്ലേ? അപ്പോൾ ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഘോഷയാത്രയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ എന്താണ് ചെയ്യുക? പകച്ചു നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ മുന്നിലുള്ള ഏക ഒരു ഉപാധി അല്ലെങ്കിൽ ഏക പോംവഴി എന്ന് പറഞ്ഞാൽ പിന്നെ അത് മരണം മാത്രമാണ്. പക്ഷേ എന്നിട്ടും ഈ പെൺകുട്ടി, പ്രവീണ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഈ യുവതി ചെയ്തത് നമ്മളെ എല്ലാവരെയും തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്നതാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ എപ്പിസോഡിൽ ഞാൻ പ്രവീണയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എനിക്കറിയില്ല, ഒരു സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ എങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്ന് കരുതുന്നത് തീർച്ചയായിട്ടും അതിശയാവഹമായ കാര്യമാണ്. പക്ഷേ പ്രവീണ പറയുകയാണ്, ഇത് ഒരു അതിശയവും വേണ്ട കാര്യമല്ല. നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ജീവിതം നിശ്ചയിക്കുന്നത്. നമ്മളുടെ ആത്മവിശ്വാസമാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രവീണ എറണാകുളംകാരിയാണ്. ഒരു സാധാരണക്കാരിയായ വെറും വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും 4 മക്കളിൽ ഒരു പെൺകുട്ടിയാണ് പ്രവീണ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി. ഡിഗ്രിക്കാരിയാണ്. ഒരു പ്രണയമുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പ്രണയിച്ചു എങ്കിലും വിവാഹം കഴിച്ച വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ടാണ് വിവാഹം കഴിച്ച്. അജയൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം സാധാരണ ഒരു ജോലിക്കാരനാണ്. ഈ കോൺട്രാക്ടറുടെ കൂടെയൊക്കെ ഈ പെയിൻറ്റിങ് പരിപാടി, ചെറിയ ചെറിയ കോൺട്രാക്ട് പണികൾ എടുത്ത് നടത്തും. പിന്നെ പെയിൻറ്റിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അജയന്. പ്രവീണയ്ക്ക് ജോലിയൊന്നുമില്ല. ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ PC എക്സാമൊക്കെ എഴുതി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അജയൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു വീടാണ്. ഒരു 4 സെൻറ്റ് സ്ഥലത്തിരിക്കുന്ന ഒരു ചെറിയ വീട്. അത്യാവശ്യം എന്താ പറയുക, നനയാതെ ഒന്ന് കയറി ഒരു കിടക്കാടം, അത്ര മാത്രമേ ഉള്ളൂ. പ്രവീണയുടെ വീടെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ കഷ്ടമാണ്. അപ്പോൾ ആ കഷ്ടമൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞു. അജയന് പെയിൻറ്റിങ് പണിയുണ്ട്. പ്രവീണയ്ക്ക് പിന്നെ ഈ PC എക്സാം അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെസ്റ്റൊക്കെ എഴുതി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വീട്ടിൽ അജയൻ്റെ അച്ഛന് ഒരു സുഖമില്ലാത്തയാളാണ്. അദ്ദേഹം തെങ്ങിൽ നിന്ന് വീണിട്ട് നടുവിന് ചെറിയ പ്രശ്നമായിട്ട് വീണ് കിടക്കുകയാണ്. കിടപ്പ് രോഗിയാണ് അജയൻ്റെ അച്ഛൻ. അജയൻ്റെ അമ്മ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നുണ്ട്. ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. അങ്ങനെയാണ് ഒരു സാധാരണ, നമുക്കറിയാം ഒരു ടിപ്പിക്കലായിട്ടുള്ള സാധാരണ ഒരു വീട് എങ്ങനെയാണോ അത്തരത്തിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് പ്രവീണ പ്രഗ്നൻ്റായിട്ട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഓക്കെ, ആ സമയത്തും വീട്ടിലെ കാര്യങ്ങൾ അടുത്തുള്ള പിന്നെ ഈ അജയൻ തൻ്റെ ഭാര്യയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എങ്ങനെയാണെങ്കിലും PSCയുടെ എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുക. ഗ്രാജുവേറ്റാണ്. PG കംപ്ലീഷൻ ചെയ്യാനായിട്ട് കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ആയില്ലായിരുന്നു. വീണ്ടും അതുകൊണ്ട് അതിന് പഠിക്കാനൊക്കെ ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. മറ്റൊരു പരിപാടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണ ഓക്കെ, കുഴപ്പമില്ല, തനിക്കിപ്പോഴാണ് സമയം,
തൻ്റെ ജീവിത പശ്ചാത്തലം അറിയാം, ഭർത്താവിൻ്റെ ജീവിത പശ്ചാത്തലം അറിയാം, സാമ്പത്തിക കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പഠിക്കാനുള്ള സംഗതികൾ സമയം കണ്ടെത്തി അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. ആദ്യം കുഞ്ഞ് പിറന്നു, 2 വർഷമായപ്പോൾ വീണ്ടും പ്രഗ്നൻ്റായി. രണ്ടാമത്തെ കുട്ടി ഉണ്ടായത് ഒരു കുഞ്ഞല്ല, 2 കുട്ടികളാണ്, ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ് ഇരട്ട കുട്ടികളുണ്ടായി ഒരു 3 മാസം ആയപ്പോഴേക്കും അജയന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും, ബൈക്ക് ആക്സിഡൻറ്റ് പറ്റുകയും തലയടിച്ച് വീഴുകയും അയാൾ തലയ്ക്ക് ഇങ്ങനെ വീണിൻ്റെ സ്ഥിതിയിൽ ഒരു ഓർമ്മ നഷ്ടപ്പെട്ട് എഴുന്നേക്കാൻ വയ്യാതെ ശരീരം മുഴുവൻ തളർന്ന ഒരവസ്ഥയിലായിട്ട് ആശുപത്രിക്കാരൊക്കെ കൈയൊഴിഞ്ഞു. അവർ പറയുന്നുണ്ട്, ഡെയിലി നിങ്ങൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, കുഴപ്പമില്ല, പതുക്കെ റിക്കവർ ചെയ്ത് കൊടുക്കും, മരുന്നുകളുടെ ഉണ്ട്, ആശുപത്രിയിൽ കിടന്ന് ചികിത്സ ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനുള്ള സാമ്പത്തിക സാമ്പത്തികമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് പോയതാണ്. ആ കുഞ്ഞു വീട്ടിൽ ഞാൻ പറഞ്ഞ 4 സെൻറ്റ് സ്ഥലത്തുള്ള ആ ഓട് വീട്ടിൽ അവിടെയൊക്കെ ചോരും. അവിടെ ഒരു കിടപ്പ് രോഗി ഓൾറെഡി ഉണ്ട്, അജയൻ്റെ അച്ഛനോടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അജയനും അവിടെ മറ്റൊരു കിടപ്പ് രോഗിയായി വരികയാണ്. അജയന് എഴുന്നേൽക്കാൻ പറ്റില്ല, ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, മരുന്നുകൾ കഴിക്കണം, ധാരാളം കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ആകെയുള്ള വരുമാനം ഇപ്പോൾ ഉള്ളത് അമ്മയുടെ തൊഴിലുറപ്പ് ജോലി മാത്രമാണ്. ഇളയതുങ്ങളൊക്കെ പഠിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും ഇത്തരത്തിലുള്ള ഒരു ദുർഘട നിമിഷങ്ങളിൽ ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ പ്രവീണയാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് 2ാമത്തെ പ്രസവം കഴിഞ്ഞ് ഇരട്ട കുട്ടികളുമായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു രൂപരേഖയുമില്ല. കുഞ്ഞുങ്ങളെ നോക്കണം. പ്രവീണിൻ്റെ വീട്ടിലേക്ക് പ്രവീണയുടെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥിതി അതിനേക്കാൾ പരിതാപകരമാണ്. വല്ലാത്ത കഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോഴേ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ഭർത്താവ് തളർന്നു കിടക്കുന്നു, ഭർത്താവിൻ്റെ അച്ഛൻ തളർന്നു കിടക്കുന്നു, ഇരട്ട കുട്ടികളുണ്ടായ അതിൻ്റെ സങ്കടം, ജീവിതത്തിൽ കുട്ടികൾക്ക് മരുന്ന് മേടിക്കണം, ഭർത്താവിന് മരുന്ന് മേടിക്കണം, ഭർത്താവിൻ്റെ അച്ഛന് മരുന്ന് മേടിക്കണം, ജീവിത ചെലവുകൾ കഴിഞ്ഞു പോകണം. അങ്ങനെ പ്രവീണ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു കടയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ ചെറിയ പ്രവീണ മാത്സാണ് വിഷയം. അപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ്. വല്ലാതെ മടുത്ത് വല്ലാതെ പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അതുപോലെയുള്ള വിഷമം അത്രയേറെ ഒരു അഗ്നികുണ്ഡത്തിന് നടുക്ക് നിൽക്കുന്നത് പോലെയാണ്. എങ്ങോട്ട് പോകണം, എങ്ങനെ ചെയ്യണം, ആരോട് ചോദിക്കണം, എവിടെ പോകണമെന്നറിയില്ല. ഭർത്താവ് ചെറുപ്പമാണ്, ഇങ്ങനെ കിടക്കുന്നു. മരുന്നുകളുടെ ലിസ്റ്റും പൈസയുടെ കാര്യം വരുമ്പോൾ ആൾക്കാർ അവിടെ ഇവിടെ നിന്നൊക്കെ അല്പമൊക്കെ സഹായിക്കും, കുറച്ചൊക്കെ. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഫിസിയോതെറാപ്പി എല്ലാ ദിവസവും ചെയ്യണം. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ വന്ന് ചെയ്യുന്നതിന് ഒരു ദിവസത്തെ വാടക എന്ന് പറഞ്ഞാൽ അവർക്കുള്ള റെൻറ്റ് മിനിമം 500 രൂപ കൊടുക്കണം. കാരണം ആ 2 നേരവും ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓർമ്മ തിരിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തം കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ട കാര്യം ഉണ്ടാക്കണ്ടേ, അതിനുള്ള പൈസ ഉണ്ടാക്കണം. കുഞ്ഞുങ്ങൾ 2 പൊടിക്കുഞ്ഞുങ്ങളാണ്. അവർക്ക് അറിയാം, ഒരു സ്ത്രീയുടെ ഒരു പ്രസവം കഴിഞ്ഞ് 2ാമത്തെ ഇരട്ട പ്രസവം കഴിഞ്ഞ് വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും ആ ഒരു ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. ആ ശാരീരിക പ്രശ്നങ്ങളെക്കാൾ കൂടുതലായിട്ട് മാനസിക പ്രശ്നങ്ങൾ എത്രമാത്രമാണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് പ്രവീണയ്ക്ക് അശനിപാതം പോലെ നമ്മളെ ഇങ്ങനെ കത്തി നിൽക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വീണ്ടും നമ്മുടെ മുകളിലേക്ക് വീണ്ടും നെയ്യ് ഇങ്ങനെ കോരി ഒഴിച്ചാൽ, അല്ലെങ്കിൽ പെട്രോൾ കോരി ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ആളിക്കത്തും. അതുപോലെ ആളിക്കത്തുന്ന വലിയൊരു അശനിപാതം വീണ്ടും പ്രവീണയിലേക്ക് വന്നു ചേരുകയുണ്ടായി. പ്രവീണയ്ക്ക് വയറിന് ചെറിയ പ്രശ്നമായിട്ട് വന്നു. അത് വന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് നോക്കി അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ മനസ്സിലായത് പ്രവീണയ്ക്ക് വയറ്റിൽ ക്യാൻസറാണ്, ഗർഭപാത്രത്തിന് പുറത്താണ് ക്യാൻസർ. എന്ത് ചെയ്യാൻ സാധിക്കും? ആദ്യത്തെ സ്റ്റേജ് ഈ ഡെലിവറി സമയത്തും ഈ സമയത്തൊന്നും ഇത് അറിഞ്ഞിരുന്നില്ല. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു പോയ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മുടെ മുമ്പിലുള്ള സംഗതിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഇത്രയും പ്രശ്നങ്ങൾ പ്രവീണയുടെ ജീവിതത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ വരുമ്പോഴേക്കും ഈ രോഗം, ദാരിദ്ര്യം, ദുഃഖം, പ്രസവം, കുഞ്ഞുങ്ങൾ, ഭർത്താവിൻ്റെ രോഗം, ഭർത്താവിൻ്റെ അച്ഛൻ്റെ രോഗം, പട്ടിണി, മരുന്ന് വേണം, ഒന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആ പ്രവീണ എന്ന് പറഞ്ഞ ആ 29-കാരിക്ക് വന്ന മറ്റൊരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം പിടികൂടി എന്നുള്ളതും കൂടിയാണ്. പ്രവീണയ്ക്ക് ആകെപ്പാടെ നിശബ്ദയായിപ്പോയി. പ്രവീണയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, മരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രവീണ നോക്കി മരിക്കുക. എങ്ങനെയാണ് മരിക്കുക? ഭർത്താവ് കിടക്കുന്നു, ഭർത്താവിന് വിഷം കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കാം, എന്നിട്ട് താനും വിഷം കഴിച്ചെങ്ങും മരിക്കാം. പക്ഷേ മരണം ഒരു പരിഹാരമാണ്. ഭർത്താവിൻ്റെ ചിലപ്പോൾ താൻ മരിച്ചു പോയാൽ കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ ഭർത്താവിന് ചിലപ്പോൾ നന്നായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അയാൾക്ക് വരുന്നുണ്ട്. ചെറിയ കാലും കൈവൊക്കെ ചെറുതായിട്ട് അനക്കുന്നുണ്ട്. ആ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട്. ഭർത്താവിനോട് പ്രവീണ പറഞ്ഞില്ല, ഒരുപക്ഷെ
അയാൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അതൊരു ഷോക്കായെങ്കിലോ എന്നോർത്ത് അത് പറയാൻ പോയില്ല. സ്വയം കരഞ്ഞു തീർക്കുവാനായിട്ട് ആരോടും പറഞ്ഞില്ല, ആരോട് പറയുവാനാണ്, സ്വയം കരഞ്ഞു തീർക്കുക എന്നുള്ളതുള്ളൂ. കീമോ എടുക്കണം, ഹോസ്പിറ്റലിൽ പോകണം, റെസ്റ്റ് വേണം, ഭയങ്കര അസഹ്യമായ വേദനയാണ്, മരുന്നുകൾ വേണം, വരുമാനം വേണം, എന്ത് ചെയ്യുക, ആരോട് പറയാനാണ്, മറ്റുള്ളവരോട് പറഞ്ഞ് കൈനീട്ടി വാങ്ങിക്കുന്നതിൻ്റെ പരിധിയും പരിമിതികളുമൊക്കെ ഓൾറെഡി കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ഒരു നിർവാഹവുമില്ല. പ്രവീണ പക്ഷേങ്കിൽ തളർന്നില്ല. കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുട്ടികളാണ്, 6 മാസം പോലും ആയിട്ടില്ല, 2 പൊടിക്കുഞ്ഞുങ്ങൾ. പ്രവീണ ട്യൂഷൻ സെൻറ്റർ വീട്ടിലേക്കുള്ള അടുത്തുള്ള സകല സ്ഥലത്തും ചെറിയതായിട്ട് നോട്ടീസ് അടിച്ചിട്ട് കുട്ടികൾ വഴിയായി വിതരണം ചെയ്തു. മാർച്ചിൻ്റെ ട്യൂഷൻ കുറച്ച് ഫീസൊക്കെ കുറച്ചിട്ട് ആ രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്രവീണ നടത്തി. മറ്റേ തുണിക്കടയിൽ പോയി നിൽക്കുന്നുള്ള ജോലി അത് പറ്റില്ല, കാരണം രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. പ്രവീണയുടെ വീട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ല, കുട്ടികൾക്ക് ട്യൂഷൻ പഠിക്കാൻ കുട്ടികൾ വരാൻ തയ്യാറാണ്, പക്ഷേ എവിടെ ഇരുത്തി ട്യൂഷൻ കൊടുക്കും, ട്യൂഷൻ കൊടുത്ത് ഇരുത്താനായിട്ടൊരു സ്ഥലം പോലും പ്രവീണയ്ക്കില്ല. അപ്പോഴാണ് പ്രവീണയുടെ വീടിന് അടുത്തുള്ള ഒരു വീട്ടിൽ പ്രവീണയുടെ അവസ്ഥ അറിയാവുന്ന, അവസ്ഥ മനസ്സിലാക്കിയ തൊട്ടടുത്തുള്ള നന്മ നശിച്ചു പോകാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നത് അതാണ്. അവർ ആ വീട്ടിൻ്റെ ഒരു മുറി പ്രവീണയ്ക്ക് ട്യൂഷൻ ചെയ്യാനായിട്ട് കൊടുത്തു. ഈ വേദന കടിച്ചമർത്തി അറിയാം, ഒരു ഗർഭപാത്രത്തിൽ ക്യാൻസർ വരുന്നത് എത്രമാത്രം ആ വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് വേദന വന്ന് പോകുന്നൊരു വേദനയില്ല. സൂചിമുനകൾ 1000 സൂചി ഒരുമിച്ച് നമ്മുടെ ശരീരത്തേക്ക് കുത്തി തറച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന അസഹനീയമായ നമുക്ക് സഹിക്കുവാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ വേദനയാണ്. ഈ വേദന സഹിച്ചാണ് പ്രവീണ കടിച്ചു പിടിച്ചു സംയമനം പാലിച്ച്. കാരണം മുൻപിലുള്ളത് 5-6 മുഖങ്ങളാണ്, വേറെ മരണം മാത്രമുള്ള ഒന്നും. താൻ മരിച്ചു പോകും, താനൊന്നുകിൽ മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് മരുന്ന് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ചെറിയ അതിൽ ഒരു കുട്ടിക്ക് അസുഖമുണ്ട്, ഭർത്താവിന് മരുന്ന് കൊടുക്കുക. അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ലെവൽ വരെ ദൈവമേ എനിക്ക് ആയുസ് തരണേ, അവിടം വരെ എന്നെ ഒന്ന് കൊണ്ടുപോകണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പ്രവീണ എല്ലാ ദിവസവും പോകുന്നത്. മാസം പോകണം, എവിടെ പോകണം, കീമോ എടുക്കാനായിട്ട് പോകണം. കീമോ എടുക്കാനായിട്ട് പോകാനായിട്ടുള്ള മറ്റുള്ള അതിനുള്ള ബുദ്ധിമുട്ടുകൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെയും ഊഹിക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ടും പ്രവീണ എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ 29 കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നു. നമ്മളുടെ പ്രശ്നങ്ങളുമായിട്ട് ഈ പ്രശ്നങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. പ്രവീണയുടെ സങ്കടം പോലെ പുറത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. തുള്ളിക്കൊരുകിടമെന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് എൻ്റെ ഉള്ളും തേങ്ങുകയാണ്, എൻ്റെ ഉള്ളും കരയുകയാണ്. കാരണം ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ, ക്ഷമിക്കാൻ പറ്റുന്നതിൻ്റെ, അല്ലെങ്കിൽ സഹനത്തിൻ്റെ അങ്ങേയറ്റവും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ കാര്യം പ്രവീണിൻ്റെ ജീവിതത്തിൻ്റെ ഈ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തിലെ ഒന്നുമല്ല, വെറും നിസ്സാരമാണ് എന്നുള്ള കാര്യം. കാരണം 1 പ്രശ്നമാണോ, 2 പ്രശ്നമാണോ, 3 പ്രശ്നമാണോ, പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം ഞാൻ പറഞ്ഞതുപോലെ ഘോഷയാത്രയായി വരികയാണ്. അങ്ങനെ പ്രവീണ തളരാതെ കീമോ എടുക്കാൻ പോകുന്നുണ്ട്, കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്, വയ്യ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റ് പല പ്രശ്നങ്ങളും, മുടിയെല്ലാം പൊഴിഞ്ഞു പോയി, ആകെപ്പാടെ പരീക്ഷീണിയായി വല്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയി. എങ്കിലും നാട്ടുകാരും ട്യൂഷൻ കുട്ടികളും ഒക്കെ പ്രവീണയുടെ ഒപ്പം നിന്നു. ടീച്ചറെ കുഴപ്പമില്ല, ടീച്ചറെ ഞങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ സാരമില്ല, ഞങ്ങൾ ട്യൂഷൻ ഫീസ് തരാം, ഞങ്ങൾക്കുള്ള പരിപാടി ഓൺലൈനിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി, ടീച്ചർക്ക് പറ്റുന്ന സമയം പോലെ തന്നാൽ മതി. കാരണം അല്ലെങ്കിൽ എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ്, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ത്രീയുടെ ഇത്തരത്തിലുള്ള അവസ്ഥ അവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പ്രവീണ ട്രീറ്റ്മെൻറ്റ് ഒരു തരത്തിലൂടെ പോകുന്നു, മരുന്ന് മേടിക്കുന്നു, ഒരു തരത്തിലൂടെ പോകുന്നു. പ്രവീണയുടെ ഭർത്താവിൻ്റെ സഹോദരിയും സഹോദരനും എല്ലാം ജോലി, എല്ലാ പരിപാടികളും നിർത്തി. അവർക്ക് അന്നം വേണ്ടേ, കഴിക്കേണ്ടേ, സഹോദരന് മരുന്ന് മേടിക്കണ്ടേ, അച്ഛന് മരുന്ന് മേടിക്കണ്ടേ, അവരൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. തൊഴിലുറപ്പിൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് എന്താണ് കിട്ടി? അമ്മ തൊഴിലുറപ്പിൻ്റെ ജോലി മാറ്റി വെച്ചിട്ട് മറ്റുള്ള ചെറിയ കെട്ടിടമണികളിലേക്കും മറ്റുള്ള ജോലികളിലേക്കും ഒക്കെ പോകാൻ തുടങ്ങി. കാരണം ആ കുടുംബത്തിന് ആകെപ്പാടെ ആശ്രയം എങ്ങനെയെങ്കിലും ഈ വലിയൊരു നരകാഗ്നിയിൽ നിന്ന് കയറുക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ പോയപ്പോഴാണ് പ്രവീണയ്ക്ക് പ്രത്യാശയുടെ ഒരു കിരണം പോലെ ദൈവത്തിൻ്റെ ഒരു വലിയ തലോടൽ അവിടെ എത്തിയ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവീണയ്ക്ക് ഒരു ബാങ്കിൽ, കേരളത്തിലെ വളരെ പ്രശസ്തമായ ബാങ്കിൽ പ്രവീണയ്ക്ക് അപ്പോൾ ജോലി ലഭിക്കുകയാണ്, അപ്പോയിൻമെൻറ്റ് കിട്ടി. ക്യാൻസറാണ്, ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. പ്രവീണ തളർന്നില്ല. പ്രവീണ ജോലിക്ക് ജോയിൻ ചെയ്തു. പതുക്കെ സാമ്പത്തിക സുസ്ഥിരതയുണ്ടായി, ലോൺ കിട്ടി. ബാങ്കുകാരൊക്കെ പ്രവീണയുടെ ഒപ്പം നിന്നു. കേരളത്തിലെ വളരെ പ്രശസ്തമായ ബാങ്കാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. വളരെ അവിടുത്തെ ഒരു എംപ്ലോയിയാണ് പ്രവീണ. വളരെ മിടുക്കിയായിട്ടുള്ള നമ്മൾ പ്രവീണ ഇപ്പം മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് നന്നായിട്ട് മുടിയൊക്കെ വന്നു. നല്ലൊരു പ്രവീണ ഇപ്പോൾ കണ്ട ചൈതന്യം, ഒരു മാലാഖയുടെ മുഖമാണ് പ്രവീണയ്ക്ക് ഇപ്പോൾ. പ്രവീണയെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രവീണയെ നമസ്കരിച്ചിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രവീണയുടെ പാദം തൊട്ട് നമസ്കരിക്കാൻ നോക്കുന്നത്. കാരണം അത്രയും സഹിച്ചിട്ടും ജീവിതത്തിൽ തകർന്നു പോകാതെ, മരിച്ചു പോകാതെ പഠിക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും ഭർത്താവിനെ നോക്കുകയും ട്യൂഷൻ കൊടുക്കുകയും മരുന്നുകൾ വാങ്ങുകയും എല്ലാം ചെയ്തിട്ട് എങ്ങനെയാണിത് പ്രവീണയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് അത്ഭുതമാണ്.
അങ്ങനെ പ്രവീണയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ അവസ്ഥയിലൂടെ പ്രവീണ കടന്നു പോയപ്പോഴും പ്രവീണ മരിച്ചു പോയിട്ട് നമ്മൾ പോയി കടലിൽ ചാടുകയോ വിഷം കടിക്കുകയോ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുകയോ അങ്ങനെ ഒന്നും പ്രവീണ ചെയ്തില്ല. ആ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത്, ഭർത്താവിനെ മാറോട് ചേർത്ത്, അയാൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തൻ്റെ കീമോയും മുടിയെല്ലാം പൊഴിഞ്ഞു പോയി, പരിക്ഷീണിതയായി, കണ്ണുകൾക്ക് കാഴ്ചശക്തി പോലും വലിയ പ്രശ്നങ്ങളായി, ശരീരത്തിനുള്ളിൽ സൂചി കുത്തും പോലെ ഞാൻ പറഞ്ഞ ആ വേദനയുടെയൊക്കെ അവസ്ഥ, അതിൽ നിന്നൊക്കെ പ്രവീണ ഓവർകം ചെയ്ത് കയറി ഇന്ന് പ്രവീണ വളരെ നന്നായിട്ട് പ്രവീണയുടെ ഭർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഫലം കണ്ടു. അയാൾ പതുക്കെ പിടിച്ച് നടക്കുന്ന ഒരു സ്റ്റേജിലേക്കായി, കുഞ്ഞുങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിലേക്കായി. ഇപ്പോഴും പ്രവീണ ഇത് ഒത്തിരി വർഷമൊന്നും ആയില്ല. ഇപ്പോൾ 39 ആയിരുന്നു, 29 വയസ്സായിരുന്ന പ്രവീണയ്ക്ക് ഇപ്പം 33 വയസ്സായതേ ഉള്ളൂ. പ്രവീണയ്ക്ക് പ്രൊമോഷനുമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ, വലിയ രീതിയിലുള്ള ഉന്നതിയൊന്നും ആയില്ലെങ്കിലും ജീവിതത്തിൽ പ്രവീണ പച്ച പിടിച്ച് നടന്നു തുടങ്ങുവാൻ തുടങ്ങി. ആ നടത്തം ഇനി നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് പൊക്കോളും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പ്രവീണയ്ക്ക് ലോകത്ത് ഒരു ശക്തിക്കും പ്രവീണയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രവീണയുടെ ജീവിത സാഹചര്യങ്ങൾ പ്രവീണയെ പഠിപ്പിച്ചത്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എറണാകുളംകാരിയായ ബാങ്ക് ജീവനക്കാരിയായ പ്രവീണയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. ഞാൻ പ്രവീണയെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ബാങ്കിൽ വെച്ച് പരിചയപ്പെടുകയും പ്രവീണ തൻ്റെ കഥയോട് പറയും. പ്രവീണയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാം. ഞാൻ പ്രവീണയോടുള്ളൊരു സംസാരിച്ചിട്ട് പ്രവീണ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നതായിരിക്കുമെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരല്പം ഗ്യാപ്പിന് ശേഷമേ സാധിക്കത്തുള്ളൂ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് ഒരാൾ കരകയറി ഡെവലപ്പ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ട്രാവൽ വിത്ത് സുനുവിൻ്റെ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ അത്? ശരിയല്ലേ? സ്വയം വിലയിരുത്തുക, സ്വയം മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോവുക. നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളുടെ തകർച്ച. നമ്മൾ സ്വയം നമ്മളുടെ കുഴി തോണ്ടുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് പോകാൻ എനിക്ക് സാധിക്കും. മരിക്കാൻ ഏത് വിഡ്ഢിക്കും സാധിക്കും. ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ് മരിക്കുക എന്ന് പറഞ്ഞത്. ഏറ്റവും ഈസി ആയിട്ടുള്ള സംഗതിയാണ് ഈ മരണം എന്ന് പറയുന്നത്. പക്ഷേ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും കഠിനമായ സംഗതി. കൂടുതലൊന്നും പറയുന്നില്ല. ഏവരും സുഖമായി സന്തോഷകരമായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രവീണയുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാകട്ടെ, വലിയൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രവീണയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴിയും നിങ്ങളുടെ അഭിപ്രായം വഴിയും പ്രവീണയ്ക്ക് ഈ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.